വഖിയാമുൽ ലൈൽ, രാത്രിയിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. മൂന്നാമത്തെ മരുന്ന് തഹജ്ജുദ് നിസ്കരിക്കണം. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാം, അസൂയയിൽ നിന്ന് രക്ഷപ്പെടാം. തഹജ്ജുദ്, ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ അവന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്ത് പ്രകാശമുണ്ടാകും. അവന്റെ അഭിമാനം തഹജ്ജുദ് നിസ്കരിക്കലാണ്. അതുകൊണ്ട് സഹോദരിമാരെ, രാത്രി ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കണേ. റഹിമല്ലാഹു റജുലൻ, ഒരു പുരുഷന്, ഒരു ചെറുപ്പക്കാരന്, ഒരു ഭർത്താവിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഏത് ഭർത്താവാണത്? കിടന്നുറങ്ങുന്ന ഭാര്യയെ അയാൾ വിളിക്കുന്നു, ബാത്റൂമിൽ ചെല്ലുന്നു, വുളൂ ചെയ്യുന്നു, എന്നിട്ട് തന്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു ഭാര്യയോട് എണീക്കാൻ പറയുന്നു. രണ്ടുപേരും എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഉമ്മ മാത്രം നിസ്കരിച്ചാൽ മതിയോ? ഉപ്പ മാത്രം നിസ്കരിച്ചാൽ മതിയോ? പോരാ. ഉപ്പ എണീറ്റാൽ ഭാര്യയെ വിളിക്കണം, ഉമ്മ എണീറ്റാൽ ഉപ്പയെ വിളിക്കണം. രണ്ടുപേരും റഹിമല്ലാഹു റജുലൻ, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ വിളിക്കുകയും രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുന്ന ദമ്പതികളിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇനി ഭർത്താവ് ഉറങ്ങിക്കിടക്കുകയാണ്. ഭാര്യ അലാം വെച്ചുകൊണ്ട് 4:45 എണീക്കുന്നു, പെട്ടെന്ന് വുളൂ ചെയ്യുന്നു, എന്നിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ വിളിക്കുന്നു. ഭർത്താവ് എണീക്കാതിരിക്കുമ്പോൾ ബാത്റൂമിൽ ചെന്ന് അല്പം വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടയുന്നു. എന്നിട്ട് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഖിയാമുൽ ലൈലി, തഹജ്ജുദ് നിസ്കരിക്കണം. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗത്തിലേക്ക് പുഷ്പം പോലെ നിങ്ങൾക്ക് കടന്നു പോകാം. മക്കളെ വിളിക്കണം, ഭാര്യയും ഭർത്താവും എണീക്കണം, മക്കളെ വിളിക്കണം. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ, തഹജ്ജുദിന്റെ സമയത്ത്, അത്താഴ സമയത്ത് രണ്ടുപേരും എണീറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, സ്വർഗത്തിലൊരു മനോഹരമായ വീടുണ്ട്, മനോഹരമായ ഭവനമുണ്ട്. സ്വർഗത്തിൽ ഒരു സുന്ദരമായ വീടുണ്ട്. അതിന്റെ പുറത്തുനിന്ന് നോക്കിയാൽ അകത്തളങ്ങളിൽ കാണും, അകത്തു നിന്ന് നോക്കിയാൽ പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും വീക്ഷിക്കാൻ പറ്റുന്ന മനോഹരമായ കൊട്ടാരം അവിടെയുണ്ട്. അത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം ഒരു മനുഷ്യന്റെ അഭിമാനമാണ്. ഷറഫുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ അഭിമാനമാണ് തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ. അവന് പ്രത്യേക മുഖത്തിനൊരു ലക്ഷണം ഉണ്ടാകും. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മൂന്നാമത്തെ മരുന്ന് ഖിയാമുൽ ലൈൽ. നാലാമത്തെ മരുന്ന് വത്തളറു ഇൻദ സഹരി. അത്താഴ സമയത്ത് തഹജ്ജുദിന് എണീറ്റാൽ മാത്രം പോരാ, അല്ലാഹുവിനോട് താണുകേണ് കരയണം. നമ്മൾ എണീക്കാറുണ്ട്, ദുആ ചെയ്യാൻ നമ്മൾക്ക് മടിയാണല്ലേ, അല്ലെ? ദുആ ചെയ്യും, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇങ്ങനെ ദുആ ചെയ്ത്. തളറു എന്ന് പറഞ്ഞാൽ താണ് കേണ് കരയണം. നബി തങ്ങളെ അറഫ ദിവസം ദുആ ചെയ്തിട്ട് നബി തങ്ങളുടെ മുണ്ടും നബി തങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വസ്ത്രം എടുക്കാൻ നിലത്ത് വീണു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, ഇതാണ് കേണപേക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇബ്തിഹാൽ, ഇതാണ് തളറു, ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ദുആ ചെയ്തു കൈകൾ ഉയർത്തി 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 നബി തങ്ങളുടെ കക്ഷത്തിന്റെ വെളുപ്പ് സ്വഹാബാക്കൾക്ക് കാണാനിടയായി. അത് തളറുഇന്റെ, വിനയത്തിന്റെ, ഇബ്തിഹാലിന്റെ, കേണപേക്ഷയുടെ ഒരു വഴിയാണ്. കരഞ്ഞു ദുആ ചെയ്യണം, റബ്ബിനോട് പറയണം സർവ്വതും, അല്ലാഹുവിനോട് തുറന്നു പറയണം. ഭർത്താവിനോട് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവ് നാളെ എന്തെങ്കിലും കാര്യത്താൽ തെറ്റിപ്പോയാൽ നാട്ടുകാരോട് പറഞ്ഞെടുക്കും.
ഭാര്യയോട് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്താൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളൽ വീണാൽ ആ പ്രശ്നം ഭാര്യ ഭർത്താവിന്റെ കുറവുകൾ മറ്റുള്ളവരോട് പറഞ്ഞെടുക്കും. ആരോടും പറയാതെ എല്ലാം മറച്ചുവെക്കുന്ന സർവശക്തനായ റബ്ബിനോട് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്തു വെച്ച എല്ലാ തിന്മകൾ, വൻദോഷങ്ങൾ, ചെറുദോഷങ്ങൾ പറയാൻ തയ്യാറായാൽ ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറായിരിക്കുകയാണ്. എന്റെ കരങ്ങൾ ഇതാ ഞാൻ നീട്ടിയിരിക്കുന്നു. ഇന്നല്ലാഹ യബ്സുതു യദഹു ഫിൽ ലൈൽ, രാത്രിയിൽ അല്ലാഹു കൈ നീട്ടിയിരിക്കുന്നത് പകലിൽ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് പറഞ്ഞ് മാപ്പ് ചോദിക്കാനാണ്. രാത്രി ഇപ്പൊ അള്ളാഹു കൈനീട്ടിരിക്കുക, അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ ഇങ്ങനെ നീട്ടിയിരിക്കുക. എന്തിന്? ഇന്ന് സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്ത ഹറാമുകളൊക്കെ പടച്ച റബ്ബിനോട് പറയാൻ വേണ്ടി. നിങ്ങൾ പകലിൽ ചെയ്ത പാപങ്ങൾക്ക് മോചനം നൽകാൻ, നിങ്ങൾക്ക് പൊറത്തു തരാൻ വേണ്ടി രാത്രിയിൽ ഞാൻ കൈനീട്ടിയിരിക്കും. പക്ഷേ ഒന്നേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ, നിങ്ങൾ എന്നോട് പറയണം. അതേപോലെ ഇന്നല്ലാഹ യബ്സുതു യദഹു ഫിന്നഹാർ, അല്ലാഹു അവന്റെ പകലിൽ അവന്റെ ഇരു കരങ്ങളെ അല്ലാഹു നീട്ടിവെക്കും. പകലിൽ അല്ലാഹു നീട്ടിവെക്കും. എന്തിനെ? രാത്രി ചെയ്ത തെറ്റുകൾ അല്ലാഹുവിനോട് പറയാൻ വേണ്ടി. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എന്താണ്? എല്ലാം തരുന്ന റബ്ബ് എല്ലാം നൽകാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷെ ചോദിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തേത് അത്താഴ സമയങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനോട് കേണപേക്ഷിക്കണേ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും. അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, മക്കളില്ലാത്ത ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിലേ അതിനുള്ള പരിഹാരം അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹു പറഞ്ഞത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് ഞാൻ മഴയില്ലെങ്കിൽ കോരിച്ചൊരിയുന്ന മഴ തരാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി തരാം, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി സഹായം നൽകാം, മക്കളില്ലാത്ത ആളുകൾക്ക് മക്കൾ നൽകി ഞാൻ സഹായിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രമാണ്. അതെന്താണ്? അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കണേ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും അധികരിപ്പിക്കുക. ഭാര്യയും ഭർത്താവും നേരത്തെ പറഞ്ഞതുപോലെ തഹജ്ജുദിന് എണീറ്റ് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, നന്നായിട്ട് ദുആ ചെയ്യുക. അല്ലാഹുവേ എന്റെ പാപം നീ പുറത്തു തരണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം.